ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ വേദിയിൽ സ്പെഷ്യൽ പെർഫോമൻസിനുള്ള സമയമാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അഖിൽ. അഖിൽ എവിടെ നിന്ന് വരുന്നു? ഞാൻ കൊടുങ്ങല്ലൂർ. ഓക്കെ, എന്താണ് വിശേഷം? സുഖമായിരിക്കുന്നു. ലൈക്ക് ഇതാണോ കലാപരമായിട്ട് തന്നെ അതാണോ, എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ, അത് പാഷൻ ആണോ? ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, ഓൾസോ ഇപ്പൊ ഡബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ആണല്ലേ? സൗണ്ടിൽ തന്നെ ഏതൊക്കെയോ നടന്മാർ ഒളിഞ്ഞു കിടക്കും. അഖിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. കോമഡി ഉത്സവത്തിന്റെ വേദികളിലേക്ക് ഒരുപാട് വന്ന് പെർഫോം ചെയ്ത ആളാണ്. നിൽക്കാൻ നേരം വരെ ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഡബിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. പിന്നെ മിമിക്രിയിൽ പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തി ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ എന്തൊക്കെ വെറൈറ്റി ആണ് ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? നമുക്കറിയാവുന്ന സെലിബ്രിറ്റീസ് ഇന്ന് ഈ വേദിയിൽ ഫിക്ഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഓരോ മന്ത്രിമാരുടെ ഓരോ വകുപ്പുകൾ അതിനുവേണ്ടി മത്സരിക്കുകയാണ്. ഒരു ഇലക്ഷൻ പോലെ അതിനുവേണ്ടി ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെലിബ്രിറ്റീസ് വരികയാണ്. അപ്പോൾ അവരുടെ ആശയങ്ങൾ നമുക്ക് കേട്ടു വെക്കാം. ഓരോ താരങ്ങൾ വരികയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഷെയ്ൻ നിഗം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആവാൻ ആഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിന് കുറച്ച് പദ്ധതി ഉണ്ട്. എന്താണിത്? ഐറ്റം വേറെ ആയിരുന്നല്ലേ, പെട്ടെന്ന് ഞാൻ ഈ ലൈറ്റൊക്കെ കണ്ടപ്പോൾ വൈബ് മാറി, വേറെ മൂടായി പോയി. അപ്പോൾ എനിക്ക് എൻ്റെ വകുപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ് എൻ്റെ വകുപ്പ്. ആ ഒരു വകുപ്പിൽ മന്ത്രി ആവുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോണത്, ഞാൻ ഇന്ന് രാവിലെ എന്നിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഈ നാട്ടിൽ എല്ലാവർക്കും നല്ലത് വരണേന്ന്. അപ്പോൾ ഞാൻ ചെയ്യാമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോഷക ആഹാരങ്ങൾ ആഴ്ചയിൽ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. എനിക്കെതിരെ വേറൊരാളൂടി മത്സരിക്കാൻ വരുന്നുണ്ട്, ഷൈൻ ടോൺ ചാക്കോ ഈ വകുപ്പിൽ. പുള്ളി എന്തോ പറയുന്നൊക്കെ നോക്കിയാലോ? എടോ ഷൈനെ വന്നേ. ഞാൻ എന്തോ പറയാനുണ്ട്? ഷൈന്, ഞാനിവനെതിരായിട്ട് മത്സരിക്കാൻ വന്നതല്ല. അവന്റെ പേര് ഷൈൻ, എന്റെ പേര് ഷൈൻ അല്ല, പേര് ഒരുവരല്ലേ. അപ്പൊ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചിട്ട് അവനെ തോപ്പിക്കാൻ വേണ്ടിട്ട് എതിർപ്പാട്ടുകാരയച്ചു. അല്ലാതെ എനിക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ ഒരു മന്ത്രി ആവേണ്ട, ഒരു രാജാവേണ്ട അതിന്റെ ആവശ്യം എനിക്കില്ല. പിന്നെ ഷൈൻ പറഞ്ഞ പോലെ ഞാനിനി എങ്ങനെ മന്ത്രി ആവുകയാണെങ്കിൽ നാട്ടുകാർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്നും എന്തൊക്കെ ആവശ്യമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായ? എന്തൊരു എനർജി ഇല്ലാതെ ഇത്തിരി അമൃതം കൂടി ഇരിക്കട്ടെ, എന്താ വേണം. ഇനി ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് പൃഥ്വിരാജ് രാജുവേട്ടൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രി ആവുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ഇപ്പോഴത്തെ റോഡുകളുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന റോഡുകളും ഇനി 10 വർഷങ്ങൾക്ക് ശേഷം പണിയാൻ പോകുന്ന റോഡുകളെ പറ്റി എനിക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ വളരെ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള റോഡുകളായിരിക്കും ഞാൻ പണിയാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇനി റോഡുകളിൽ KSRTC ബസ്സിന് പകരം ലംബോർഗിനി കാറുകളായിരിക്കും ഞാൻ ഇറക്കാൻ പോകുന്നത്. ലംബോർഗിനി ഗല്ലാഡ കാറുകളാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് ഞാൻ തോറ്റു പോവുകയാണെങ്കിൽ പൊരുതി തോറ്റല്ലെങ്കിൽ പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രജോദേട്ടാ, സൗണ്ടിൽ ഏതൊക്കെയോ നടന്മാർ എനിക്ക് തോന്നുന്നുണ്ട്. രാജുവേട്ടന്റെ ശബ്ദം എനിക്ക് നല്ലപോലെ സൗണ്ടിൽ തോന്നി. സോ ഗുഡ്, അടിപൊളി. ഇനി ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് ബോബി ചെമ്മന്നൂർ ബോച്ചെ വരെയാണ്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനാണ് ബോച്ചയാണ്. അപ്പോൾ നേരത്തെ രാജു പറഞ്ഞു ഇവിടെ ഗതാഗത വകുപ്പ് മന്ത്രി ആയിക്കഴിഞ്ഞാൽ പുള്ളി റോഡുകളിൽ ഇപ്പോൾ ലംബോർഗിനി കാറുകളായിരിക്കും ഇറക്കാൻ പോകുന്നതെന്ന്. മറിച്ച് ഞാനായിരുന്നു മന്ത്രിയെങ്കിൽ ഞാൻ അവിടെ റോൾസ് റോയ്സ് കാറായിരിക്കും ഇറക്കാൻ പോകുന്നത്. വീട്ടിലൊരെണ്ണം കിടപ്പുണ്ട് ഗോൾഡൻ, അത് ഞാനിങ്ങ് ഇറക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ മന്ത്രി ആവുന്നില്ല. എൻ്റെ രീതികൾ വേറെയാണ്. ഞാനൊരു ബിസിനസ് മാൻ ആണ്. അതുകൊണ്ട് ധനം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ ധനകാര്യമന്ത്രി ആവുകയാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. വോട്ട് ചെയ്തില്ലെങ്കിലും പരസ്പരം സ്നേഹിക്കാൻ ശ്രമിക്കുക. കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്. ലവ് യു എവറിബഡി. യുവർ ഓൺ. ഇനി വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് നമ്മുടെ ആറാട്ടണ്ണൻ അദ്ദേഹം വന്നാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഓക്കെ, മീനാക്ഷി അല്ലേ പേര്? ഞാൻ വോട്ട് ചോദിക്കാൻ വന്നതാണ്. എനിക്ക് ക്രഷ് ഉണ്ട്, അത് ആദ്യമായിട്ട് ഞാൻ പറയാണ്. എനിക്ക് പറഞ്ഞത് തുടങ്ങാൻ പറ്റുമല്ലോ. ഞാൻ എഡ്യൂക്കേറ്റഡാണ്, അതെനിക്ക് അറിയാലോ. അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസ മന്ത്രി ആവാൻ ആഗ്രഹമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് വന്നതാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുകയെന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ SLC എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് എക്സാം ഭയങ്കര ലാഗായിരുന്നു. ഫസ്റ്റ് ഹാഫ് എക്സാമിൻ്റെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലാഗില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ എനിക്ക് 4 PhD ഉണ്ട്, വീട്ടിൽ 4 PVC പൈപ്പ് ഉണ്ട്, എനിക്ക് ക്രഷ് ഉണ്ട്. ഓക്കെ,
അദ്ദേഹം ലൈവിലൊക്കെ വന്ന് സംസാരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. ആറാട്ടണ്ണൻ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോ ഒരുപാട് വകുപ്പിൽ മന്ത്രിമാര് വന്നു. മുഖ്യമന്ത്രിയായിട്ട് ആര് വരും എന്നാണ്